ചെതൽപ്പുറ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിനുള്ളിലൊരു പേടിയാണ് വരുന്നത്. പാമ്പിരിക്കുന്ന സ്ഥലമാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ആക്ച്വലി ഇതിനകത്ത് ഈ ചെതൽ വീട് വെച്ചിട്ട് അത് കുറേ കാലം ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിലേക്ക് മഴവെള്ളമൊക്കെ വീണ് അതിന് ഡാമേജ് വരുമ്പോഴാണ് അതിനകത്തേക്കൊരു ഹോൾ ഉണ്ടാവുകയും ആ ഹോൾ ഉണ്ടാകുമ്പോൾ ഹോളിനകത്ത് എലി പോകും. അപ്പോൾ ആ എലിയെ പിടിക്കാനായിട്ട് പാമ്പ് പോകും. ഇതൊക്കെ നമ്മുടെ നാച്ചുറലായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഇതൊക്കെ നേച്ചറിൻ്റെ ഒരു ഭാഗമാണ്. അവരെല്ലാവരും കൂടി ചേരുമ്പോഴേ നമ്മുടെ ഒരു നേച്ചർ കംപ്ലീറ്റ് ആകുന്നുള്ളൂ. പിന്നെ ഒരു ചെതൽപ്പുറ്റ് നമ്മുടെ ഒരു ഭൂമിയിലെ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ അത്രയും കൂടുതൽ ചെതൽ ഒരേ സ്ഥലത്തുണ്ടാവും. അപ്പോൾ അത് കാരണം നമ്മുടെ ഭൂമിക്കകത്തേക്ക് അത്രയും ഈ എയർ സർക്കുലേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ എയർ സർക്കുലേഷൻ ഉണ്ടാകുമ്പോൾ ഈ അടുത്ത് നിൽക്കുന്ന മരങ്ങൾക്കൊക്കെയും റൂട്ട് വേഗം അകത്തേക്ക് പോകാൻ ഒരുപാട് നല്ലതാണ്. അപ്പോൾ നമ്മുടെ മരങ്ങളൊക്കെ വളരാനും റൂട്ട് വേഗം പോകുമ്പോഴാണല്ലോ ഒരു മരം വേഗം വളരുക. അപ്പം അതിനെല്ലാം ഈ ചെതൽപ്പുറ്റ് നമ്മളെ വളരെ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് നമ്മുടെ നാച്ചുറൽ ഫാമിങ്ങിൻ്റെ ഇതിൽ. പിന്നെ ഇനിയൊന്ന്, ഇതിൻ്റെ മണ്ണ് ഒത്തിരി നല്ലതാണ്. ഈ മണ്ണ് നമ്മൾ എടുത്ത് തേച്ച് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് കുളിക്കാൻ പറ്റിയാൽ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന മിക്ക അസുഖങ്ങളും അതിനകത്തൊന്ന് മാറിപ്പോകും. അത്രയ്ക്ക് നമ്മളെടുത്ത് കുറച്ച് വെള്ളവുമായിട്ട് തേച്ചിട്ട് മുഖത്തും ദേഹത്തും ഒക്കെ ഒന്ന് തേച്ചിട്ട് ഒരു 10 മിനിറ്റ് നിന്നതിന് ശേഷം കഴുകിക്കളയുക. സ്കിൻ എത്ര ഫ്രഷ് ആവും. നമുക്കുണ്ടാകുന്ന കുറേ സ്കിൻ ഡിസീസസ് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം, ബോഡി പാക്കായിട്ട് ഉപയോഗിക്കാം. ഒരു മനുഷ്യനെക്കാട്ടി പൊക്കമുള്ള ടൈപ്പ് പുറ്റുകൾ എത്ര എണ്ണം കാണും? ഏകദേശം ഒരു മിനിമം ഒരു 10 എണ്ണമെങ്കിലും കാണും ഇതേലത്തെ. എൻ്റെ ഒരു നാച്ചുറൽ ഫാമർ എന്നുള്ള രീതിയിൽ എൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഒരു ഫാമറുടെ FD ആണ് ഈ കാണുന്ന ചെതൽപ്പുറ്റുകൾ. ഓക്കെ, അതേപോലെ മറ്റൊരു കാര്യം, ഈ നമ്മുടെ പല വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മൺപുറ്റിനകത്ത് നിന്ന് സർപ്പങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്ന് നിൽക്കുന്നതും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഈ ഇവിടെ ഫീൽ ചെയ്തിട്ടുണ്ടോ? സർപ്പം ആക്ച്വലി നമുക്ക് പാമ്പിനെ കുറിച്ചാണ് നമ്മളപ്പോൾ ആദ്യം വിചാരിക്കേണ്ടത്. പാമ്പെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഒരു പേടിയാണ് കൊണ്ടുവരുന്നത്. പാമ്പും ഈ ഭൂമിയിൽ അതിനും ഒരു റോളുണ്ട്, അതിനും ഈ ഇക്കോസിസ്റ്റത്തിനൊരു ഭാഗമാണ്. എലി ആണ് ആക്ച്വലി ഇതിനകത്ത്. എലി പോയിട്ട് കൂട് വെക്കുമ്പോൾ ആ എലിയെ പിടിക്കാനായിട്ടാണ് പാമ്പ് വരുന്നത്. അല്ലാതെ എല്ലാ ചെതൽപ്പുറ്റിനകത്തും നിറച്ച് പാമ്പിരിക്കുന്നു, അല്ലെ ചെതൽപ്പുറ്റ് പാമ്പുണ്ടാക്കിയതാണ്, അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങളൊക്കെ വെറുതെ ഉള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇവരത് ഈ ഹോളിൽ കൂടെ അകത്ത് കയറിയിട്ട് പിന്നെ അതൊരു താവളമാക്കി മാറ്റുവാണെന്ന് തോന്നുന്നു. അതെ, പിന്നെ അപ്പോൾ അതിനകത്ത് അവർക്കൊരു സേഫ് ആയ ഒരു സ്ഥലം കിട്ടുമ്പോൾ എലി ഉണ്ടാവാം, പാമ്പുണ്ടാകാം, അവരൊക്കെ അവരുടെ സ്ഥലം കണ്ടെത്തുന്നു. അവർക്ക് കൂട് പണിയാൻ പറ്റുന്നില്ലല്ലോ, അവരൊരു താവളമാക്കി അവരവിടെ ഇരിക്കുന്നു. പ്രൊട്ടക്ഷൻ വരുന്നത് ഈ ഡോഗുകളാണല്ലേ? അതെ, എനിക്ക് കുറെ പേരുണ്ട്, 9 പേരുണ്ട് എനിക്ക്. ഇതിൽ 4-5 പേര് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. ഒരു തവണ ഒരു കോബ്ര അതിങ്ങനെ പോകുമ്പോഴേ നമ്മൾ കാണുന്നുണ്ടായിരുന്നില്ല, ഇവർ കുറച്ചപ്പോഴാണ് അത് കണ്ടത്. പിന്നെ ഒരു തവണ ഒരു വൈപ്പറിന്റെ ഒരു കുഞ്ഞായിരുന്നു, അതും ഇവരാണ് കാണിച്ചു തന്നത് ഇവിടെ ഉണ്ടെന്നുള്ളത്. ഇവരെല്ലാവരെയും റെസ്ക്യൂ ചെയ്തത് ഉപയോഗിച്ച് അങ്ങനെ റെസ്ക്യൂ ചെയ്തു. പുതിയതായിട്ടൊരു പുറ്റ് വരുന്നത് കണ്ടോ? ഇതുപോലെ പുറ്റുകൾ വരുന്ന അവിടെ ഇവിടെയൊക്കെ കാണാം. എന്തുകൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ ഇത്രയും പുറ്റുകളുള്ളത്? പുറ്റിന്റെ ഉപയോഗം നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും പുറ്റുകൾ ഇവിടെ ഉള്ളത്? നമ്മളിവിടെ പൂട്ടാറോ കിളയ്ക്കാറോ ഒന്നുമില്ല അങ്ങനെ, പിന്നെ ഒരു കെമിക്കലും ഒന്നും ഇടാറില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ട ഒരു എൻവയോൺമെൻറ്റ് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അവരിവിടെ ഇത്രയും കൂടുകൂട്ടി ഇവിടെ താമസിക്കുന്നത്. അവർ കൂടുകൂട്ടി താമസിക്കുമ്പോൾ ഇവിടെ ഒരു നല്ല ഇക്കോസിസ്റ്റമാണ് ഉണ്ടാകുന്നത്. അവിടെ ഫാമിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രയത്നവും ഇല്ലാത്ത നാച്ചുറലായി അത് നമ്മുടെ ഒരു ലൈഫിൻ്റെ ഫ്ലോ ആയി അതിവിടെ ഉണ്ടാകുന്നു. ഈ മരം ചെതല് തിന്നു പോകുമെന്ന് അതും ഒരു തെറ്റിദ്ധാരണയാണ്. മരം ഈ ജീവനുള്ള ഒന്നിനെ ഈ ചെതല് തിന്നത്തില്ല. മരത്തിൻ്റെ മേലെ ഈ ഉണങ്ങി വരുന്ന അതിൻ്റെ ആ ഒരു തോല് വരുമല്ലോ, അത് മാത്രമേ ഉള്ളൂ ഈ ചെതല് തിന്നുന്നത്. അല്ലാതെ മരത്തിനെ ഒന്നും ചെയ്യുകയില്ല. കണ്ടോ അവിടെ ഒരു വലിയ പുറ്റ് നിൽക്കുന്നത് കണ്ടോ? നല്ല വലിപ്പമുണ്ട്. ആരും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അത് കാരണം അത് അവിടെ
നന്നായി വളർന്നു വരും. ഇതിനകത്ത് കോടാനോട് ചെതലുകൾ കാണും. ഇത് എവിടെ ഉണ്ടാവുമോ ആ ഒരു സ്ഥലത്ത് ഇതുപോലുള്ള പുറ്റുകളും ചെതലുകളും നമ്മുടെ ഭാഗമായി നമ്മുടെ കൂടെ ഉണ്ടാവും. ഇത് കണ്ടോ, ഇത് ഉപേക്ഷിക്കുന്നതൊക്കെ എത്ര വേഗം അത് മണ്ണിലേക്ക് ചേർക്കുന്നത്. ഭയങ്കര വലിപ്പമുള്ള അല്ലേ, ഒരാളെ കാട്ടി പൊക്കമുണ്ട്. ഈ വെജിറ്റബിൾ എന്താണെന്ന് അറിയോ? ഇത് പീച്ചങ്ങ എന്ന് പറയും, നമ്മുടെ നാടൻ വെറൈറ്റി പീച്ചങ്ങ. ഇത് ചെറുതായിട്ടിരിക്കുമ്പോൾ വെജിറ്റബിൾ സബ്ജി ഉണ്ടാക്കാൻ ഇതിന് വളരെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് വളർന്നു കഴിയുമ്പോൾ ഇനിയും നല്ല ഉപയോഗം. ഇതിനകത്തുനിന്ന് നമ്മൾ നേരത്തെയൊക്കെ ഇഞ്ചിയൊക്കെ എടുത്ത് പണ്ട് പുളിക്കുമായിരുന്നു. ഇന്ന് ആ ഇഞ്ചിക്ക് ഒരുപാട് ഉപയോഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇന്ന് നമ്മൾ പാത്രം കഴുകാനൊക്കെ എല്ലാവരും മേടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിനെയൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് ഈ ഇഞ്ച കൊണ്ട് പാത്രം കഴുകാനും വാഷ് ബേസിൻ കഴുകാൻ, ഈവൻ നമുക്ക് കുളിക്കാൻ എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് വീടിൻ്റെ അടുക്കളയിൽ നിന്ന് വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക്കിനെയും കുറേ ഒഴിവാക്കാം. നമ്മൾ ചെതലില്ലാത്ത ഒരു ലോകത്തിനെ കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ ഈ പ്രകൃതി ഉപേക്ഷിക്കുന്ന എല്ലാ മരങ്ങളും അങ്ങനെ പൂനെയായിട്ട് ഈ പ്രകൃതിയിൽ തന്നെ കിടക്കും. ചെതലില്ലാത്ത ഒരു ലോകത്ത് ചെതലാണ് ഈ നേച്ചർ ഉപേക്ഷിക്കുന്ന എല്ലാ വേസ്റ്റിനെയും തിന്ന് മണ്ണിനോട് ചേർക്കുന്നത്. നമുക്കെന്നും ചെതലെന്ന് കേൾക്കുമ്പോൾ ഒരു അറപ്പും വെറുപ്പും ഒക്കെയുള്ള ഒരു വികൃത ജീവിയാണ് നമുക്ക്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട, ബഹുമാനിക്കേണ്ട, റെസ്പെക്ട് ചെയ്യേണ്ട ഒരു വ്യക്തിയാണെന്ന് പറയാം ചെതൽ.